അല്ലെ? വചനം എന്തോ ആണെന്ന് ഗ്രഹിക്കാതെ, ഓ വചനമൊന്നും ആവശ്യമില്ല, ഇന്ന് അത് പറയുന്ന പ്രാസംഗികർ വരെയുണ്ട്. വചനമൊന്നും ആവശ്യമില്ല, നമുക്ക് വേണ്ടത് കൃപാവരങ്ങളാണ് എന്ന് പറയുന്ന അനേക പ്രാസംഗികരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പണ്ട് വചനം പ്രസംഗിച്ചിരുന്നവർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്ന് വചനമല്ല ആവശ്യം, നമുക്ക് തീ ആണ് ആവശ്യം, അല്ലേ? തീ മതി, വചനം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ അവരെ സൂക്ഷിക്കണം. എത്ര വലിയ ദാസന്മാരായിരുന്നെങ്കിൽ പോലും അവർ പണ്ട് നന്നായി വചനം പ്രസംഗിച്ചവരായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർക്ക് തീ മതി. ഇപ്പൊ എല്ലാവർക്കും തീ മതി. തീയും കാറ്റുമാണ് താല്പര്യം. ദൈവത്തെ ആർക്കും വേണ്ട. തീയും കാറ്റും, അതായത് ഇങ്ങനത്തെ പല ഫോംസിനെയാണ് താല്പര്യം, അല്ലെ? നമ്മളെ ചൂട് പിടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെ? തീയെന്നും കാറ്റെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി ഒന്ന് വികാരപരമായി നമ്മളൊന്ന് ഒന്ന് കിടിലം കൊള്ളും, അല്ലെ? അങ്ങനെ കിടിലം കൊള്ളുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ പുറകെ ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം തീയും കാറ്റും കിട്ടിയാൽ പിന്നെ അത് മതി. പിന്നെ നമ്മൾ എപ്പോഴും തീയിന്റെയും കാറ്റിന്റെയും പുറകെ. നമുക്ക് പിന്നെ വചനമൊക്കെ ആയി, അത് അത് നമുക്കുള്ളതല്ല, അത് മറ്റ് ആൾക്കാർക്കുള്ളതാണ്. നമുക്കതൊന്നും ആവശ്യമില്ല. പെന്തിക്കോസ്തുകാർക്ക് വേണ്ടത് തീയും കാറ്റും ഒക്കെയാണ്. അങ്ങനെ ആയി തീരരുത് നാം. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത്, ആൾക്കാർക്ക് ഇതാണ് താല്പര്യം, ഇതിലാണ്. പിന്നെ പൗലോസ് പറയുന്ന ഭോഷ്ക് വിശ്വസിക്കുക ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു തീ കൊടുത്താൽ പിന്നെ അടുത്ത ലെവലിൽ തീ കൊടുത്തോണ്ടിരിക്കണം, അല്ലെ? പിന്നെ അടുത്ത ലെവലിൽ കാറ്റ് കൊടുത്തോണ്ടിരിക്കണം. പിന്നെ ആ കിട്ടിയ കാറ്റ് പോരാ, പിന്നെ തീയെന്നും കാറ്റെന്നും പറഞ്ഞ് പിന്നെ അതിന്റെ പല ലേബലുകളിൽ ദൈവദാസന്മാരും അഭിഷക്തന്മാരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ അവരെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് നാം. അവരെ വിവേചിച്ച് തെറ്റായ പ്രവാചകന്മാർ, ദുരുപദേഷ്ടക്കന്മാർ ആരാണെന്നും കള്ളപ്രവാചകന്മാർ ആരാണെന്നും നാം മനസ്സിലാക്കണം. അപ്പൊ അതിനാണ് പൗലോസ് ഈ വാണിങ്സ് നമ്മെ തരുന്നത്. അതുപോലെ റോമർ 1:32, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ, ദൈവത്തെ മഹത്വീകരിക്കാതെ, ദൈവം ആരെന്നറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നവർക്ക് കിട്ടാൻ പോകുന്ന എന്തുവാ? അവർ മരണയോഗ്യർ എന്നുള്ളതാണ് അവരുടെ ദൈവന്യായം. എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നതിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു, അല്ലെ? അതാ ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടര്. അവര് പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ അവർ പ്രസാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ശരി, മറ്റുള്ളതെല്ലാം അസത്യമാണ്. ഇതാണ് ശക്തി, ഇതാണ് പരിശുദ്ധാത്മാവ്, ഇതാണ് അഭിഷേകം, ഇതാണ് ആത്മപകർച്ച, ഇതാണ് ഇമ്പാർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും പലരിൽ നിന്നും. നാം അവരിൽ ഒരാളായി തീരാൻ പാടില്ല. നാം അതിൽ വിവേചനമുള്ളവരായി തീരണം, അല്ലെ? അങ്ങനെയുള്ളവരിൽ നിന്ന് നാം അകലം പാലിക്കണം. അത് എത്ര വലിയ മഹാനാന്ന് പറഞ്ഞാലും, ഇവിടുത്തെ ഏത് വലിയ പദവി കിട്ടിയെന്ന് പറഞ്ഞാലും, എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും, അങ്ങനെയുള്ളവരിൽ നാം അകലം പാലിക്കണം. ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരാളെ നാം ഏറ്റെടുക്കരുത്. ഈ വചനം പ്രഘോഷിക്കുന്നവരെ മാത്രമേ നാം ഏറ്റെടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവരെ നാം ഒരു ദൂരത്ത് നിർത്തണം. അവരെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പോലും സ്നേഹിക്കണം പുതിയ നിയമ ഉപദേശം. നാം എല്ലാവരെയും സ്നേഹിക്കണം, അതിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. പക്ഷേ അവർ പറയുന്നത് വിശ്വസിക്കുവാൻ പാടില്ല. അതിൽ നാം ഒരു അകലം നാം പാലിക്കണം. അത് നാം ഈ രാവിലെ സമയം മനസ്സിലാക്കണം. അതിനാണ് ഈ പൗലോസ് പ്രത്യേകിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നത്. ഇതിപ്പോ പ്രത്യേകിച്ച് ഈ ഞാൻ മുമ്പേ പറഞ്ഞത്, ഇതിന്റെ പശ്ചാത്തലം അധർമ്മമൂർത്തി വെളിപ്പെടുന്ന ട്രിബുലേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ നാം കാണുന്നത്. എന്നാൽ ഇന്ന് ട്രിബുലേഷന് മുമ്പേ ഇപ്പോ തന്നെ ഇതൊക്കെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ നാം ഇന്നത്തെ ദൈവസഭയിൽ കാണുവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മോടും കൂടെ സംസാരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭോഷ്ക് വിശ്വസിക്കുന്നവർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നത്. അപ്പോൾ റോമർ 8:7-8 പറയുന്നത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഉപദേശത്തിന്റെ കാറ്റിനാൽ ആടി ഉഴലുന്നവരുടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അവർ പിന്നെ ജഡത്തിന്റെ മോഹങ്ങളിൽ അങ്ങ് ഏർപ്പെടും, അല്ലെ? ഈ ലോകത്തിന്റെ സമൃദ്ധി, അല്ലെ? അവരുടെ വിഷയം അവരെ ആകർഷിക്കുന്ന എന്തുവാ? ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കും, അല്ലെ? സൈക്കിൾ കൊണ്ട് വരുന്നവന് കാറ് കൊടുക്കുന്ന ഒരു ദൈവം, അല്ലെ? സൈക്കിൾ കൊണ്ട് വരുന്നവന് വിമാനത്തിൽ കയറാനുള്ള ഒരു അവസരം. മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ, നമ്മുടെ ഈ US മഞ്ഞ് പെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അതിലൊക്കെ വിശ്വസിച്ച് അതിലാണ് പിന്നെ അവരുടെ ഏകാഗ്രത എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ അവർക്ക് വചനമൊക്കെ കേൾക്കുമ്പോൾ, ഓ ഇതൊന്നും പോരാ, നമുക്ക് വേണ്ടത് ദർശനമാണ്, നമുക്ക് വേണ്ടത് വെളിപ്പാടുകളാണ്, അല്ലെ? ഉപദേശത്തിന്റെ കാറ്റിനാൽ ആടി ഉഴലുന്ന ഒരു ജനക്കൂട്ടമാണ് പിന്നെ നാം കാണുന്നത്. അവർക്ക് സത്യത്തെ വേണ്ട, ഉപദേശത്തെ വേണ്ട. എന്നാൽ പരിശുദ്ധാത്മ പ്രേരിതമായി ഞാൻ പറയുകയാണ്, ഉപദേശത്തെ നാം മുറുകെ പിടിക്കണം, അല്ലെ? ഉപദേശത്തെ മുറുകെ പിടിച്ചെങ്കിൽ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്.
അങ്ങനെ തെന്നി വീഴുന്നവരായി തീരരുത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെ ഉപദേശത്തിന്റെ കാറ്റിനാൽ ആടി ഉലഞ്ഞ് തെന്നി വീഴുന്നവരെ പോലെ ആയിത്തീരുവാനല്ല, മറിച്ച് ബോഷ്ക്ക് വിശ്വസിക്കുന്നവരെ പോലല്ല, മറിച്ച് സത്യത്തെ വിശ്വസിക്കുന്ന, നീതിയിൽ രസിക്കുന്ന ഒരു ജനക്കൂട്ടമാവാനാണ് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന ദൈവം തന്റെ പുത്രനായി, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് തന്റെ പ്രാണൻ കൊടുത്താണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. നമ്മൾ ഇനിയും ആ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രൈസ് പേ ചെയ്തിട്ടാണ് കർത്താവ് തന്റെ മണവാട്ടി സഭയെ വീണ്ടെടുത്തത്, അല്ലേ? അപ്പോൾ ഒരു വില കൊടുത്തു. വില കൊടുത്തു എന്ന് പറഞ്ഞാല് ചുമ്മാ ഒരു വിലയല്ല, തന്റെ പ്രാണനായ വില, അല്ലെ? തന്റെ ജീവനെ കൊടുത്താണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ ജീവനെ കൊടുത്ത് വീണ്ടെടുത്ത മണവാട്ടിയ സഭയെ പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഡിസയർ ഉണ്ട്. ആ ഡിസയർ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആകണമെന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം നാം ധരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ധരിക്കാതെ ദൈവം പറയുന്നത് ബോഷ്കാണെന്ന് വിശ്വസിച്ച്, അസത്യത്തിന്റെ പുറകെ പോയി അതാണ് സത്യം എന്ന് വിശ്വസിച്ച്, അനീതിയിൽ രസിച്ച്, വ്യാജത്തിന്റെ വ്യാപാര ശക്തിയുടെ പുറകെ പോവുകയാണെങ്കിൽ ദൈവം നമുക്ക് അയക്കാൻ പോകുന്നത് ന്യായവിധിയാണ്. പിന്നെ ന്യായവിധിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുവാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ വ്യാജത്തിന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണമായി തീർന്നു. പിന്നീട് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ആയി തീരരുത് നാം. അതാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:9-10. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. തെസ്സലോനിക്ക സഭയ്ക്ക്, അതായത് 1 തെസ്സലോനിക്കർ 5:9-10 ഞാൻ വായിച്ചത്. തെസ്സലോനിക്ക സഭയ്ക്ക് തന്നെ പൗലോസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വ്യക്തമാക്കിയതാണ് എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ്? കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:9-10. അപ്പോൾ പൗലോസ് വ്യക്തമാക്കിയതാണ്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. യേശുക്രിസ്തുവിന് നിങ്ങളെപ്പറ്റി, തന്റെ സഭയെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, അല്ലെ? നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എപ്പോഴാണെങ്കിലും എന്ന് വെച്ചാൽ 24 മണിക്കൂറും, അല്ലെ? ഉണർന്നിരിക്കുന്ന സമയം എത്ര ആണോ, ഉറങ്ങുന്ന സമയം എത്ര ആണോ, ഉറങ്ങുന്ന 7 മണിക്കൂറോ 5 മണിക്കൂറോ 6 മണിക്കൂറോ ആയിക്കോട്ടെ, ഉണർന്നിരിക്കുന്ന ഒരു 16 മണിക്കൂറോ 15 17 മണിക്കൂറോ ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ 24 മണിക്കൂറും ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷയെ പ്രാപിപ്പാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിൽ നമ്മെ തിരഞ്ഞെടുത്തത് ഈ രക്ഷയെ പ്രാപിപ്പാനാണ്. എന്നാൽ ഈ രക്ഷയെ അഗണ്യമാക്കി, അല്ലെ? എബ്രായ ലേഖനത്തിൽ നമ്മൾ ആ വാക്യം കാണുന്നുണ്ട്, ഈ രക്ഷയെ അഗണ്യമാക്കിയാൽ ഇങ്ങനെ തെറ്റി ഒഴിയും. അപ്പോൾ ഈ രക്ഷയെ നാം അഗണ്യമാക്കുവാൻ പാടില്ല. രക്ഷയെ വിലയേറിയതായി നാം കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ബോഷ്ക്ക് വിശ്വസിച്ച് വ്യാജത്തിന്റെ വ്യാപാര ശക്തി പറയുന്നത് എന്താണോ അത് വിശ്വസിച്ച് നാം മുന്നോട്ട് പോകും. നമ്മെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ജഡത്തെ ആകർഷിക്കുന്ന, നമ്മെ ആകർഷിക്കുന്ന ഉദ്ദേശിച്ചത് നമ്മുടെ ജഡത്തെ ആകർഷിക്കുന്ന, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ ആകർഷിക്കുന്ന, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സ്വഭാവമല്ല. റോമർ 8 അത് കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ ആകർഷിക്കുന്ന, ജഡത്തെ സ്വഭാവത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണുവാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നാം കാണുമ്പോൾ അത് നാം വിട്ടൊഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ പുറകെ പോകുവാനല്ല, അത് വിട്ടൊഴിയുന്നവരായി തീരണം. അത് വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഒന്ന് വിചാരിക്കും, നമുക്കൊന്ന് പോയി നോക്കാം, നമുക്കൊന്ന് കേട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് കേൾക്കുന്നല്ലേ ഉള്ളൂ. ആദ്യം നമ്മൾ കേട്ട് നോക്കും, അല്ലെ? നമ്മൾ കേട്ട് നോക്കിയിട്ട് ഈ കള്ളപ്രവാചകന്മാരുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരും ക്രിസ്തുവിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അവരുടെ പ്രസംഗങ്ങളിൽ ക്രിസ്തു ഒക്കെ കാണും. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന്, ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ ആദ്യം അവർ പറയും. കാരണം ആദ്യത്തെ ഒരു ആകർഷണ തന്ത്രം അതാണ്, അല്ലെ? ക്രിസ്തുവിനെ അവർ പറയും. പിന്നെ അവര് ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ്, ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയും. അതില് നമ്മളങ്ങ് വീഴും. കാരണം അതിലെങ്ങനെയാ നാം വീഴുന്നേ? അതിൽ ഈ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ഈ പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ അവർ എടുക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ കള്ളപ്രവാചകന്മാർക്കും ദുരുപദേശന്മാർക്കും ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങളാണ്. പുതിയ നിയമ ലേഖനങ്ങൾ ഇവർ പഠിപ്പിക്കാറില്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുതിയ നിയമ ലേഖനങ്ങൾ ഇവർ ആരും എടുക്കത്തില്ല.
ഇവരെടുക്കുന്നത് പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുത്ത വാക്തത്വങ്ങളെ ഇങ്ങനെ ആ വാക്യങ്ങൾ ഓരോ ചില വാക്യങ്ങളെ മാത്രം ഇങ്ങ് എടുക്കും, അല്ലേ? നിങ്ങൾക്ക് ദേശം നൽകുവാൻ പോകുന്നു, അല്ലേ? അല്ലെ നിങ്ങൾക്ക് ആടുമാടുകളെ തരുവാൻ പോകുന്നു, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, അല്ലേ? നിങ്ങളെ വാലല്ല തലയാക്കുന്നു. ഇങ്ങനെയുള്ള ചില വാക്തത്വങ്ങളെ ഇങ്ങനെ കൂട്ടി മാറ്റും അവര്. അങ്ങനെയുള്ള വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്കങ്ങ് അപ്ലൈ ചെയ്യും. പുതിയ നിയമ സഭയ്ക്ക് അവരങ്ങ് അപ്ലൈ ചെയ്യും. അപ്പൊ എന്തോ സംഭവിക്കാൻ പോകുന്നത്, ആ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റി ആ വാക്യങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ആ പശ്ചാത്തലത്തിൽ ആ വാക്യത്തിന് ഒരു അർത്ഥമുണ്ട്. അതാണ് ദൈവം പഴയ നിയമ വാക്തത്വങ്ങളോട് ഉദ്ദേശിച്ചത്. പുതിയ നിയമസഭയ്ക്ക് എങ്ങനെയാണ് ആ വാക്തത്വങ്ങൾ നിറവേറുന്നത്? യേശു ക്രിസ്തുവിലൂടെയാണ് അവർ നിറവേറുന്നത്. നമുക്കത് കൃത്യമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. എല്ലാ വാക്തത്വങ്ങളും ഉവ്വാണ്, പക്ഷെ അതെങ്ങനെയാണ്? യേശു ക്രിസ്തുവിലൂടെയാണ്. ആ വാക്തത്വങ്ങളെല്ലാം ക്രിസ്തുവിലൂടെയാണ് നിറവേറുന്നത്. അപ്പോൾ പഴയ നിയമ വാക്തത്വങ്ങളെ നാം ക്രിസ്തുവിന്റെ കണ്ണിലൂടെ മാത്രമേ നോക്കുവാൻ പാടുള്ളൂ. അല്ലാതെ പഴയ നിയമ ഇസ്രായേൽ കണ്ടതുപോലല്ല നാം കാണുന്നത്. അവർക്ക് ദേശത്തെ അവകാശമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ദേശത്തെ നമ്മൾ താമസിക്കുന്നിടത്ത് തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വാക്യത്തെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വളരെ തെറ്റാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നത്. ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? നമുക്ക് കിട്ടാൻ പോകുന്നത് നിത്യതയാണ്, അല്ലെ? നിത്യത അവകാശമാണ് നമുക്ക് ദൈവം തരാൻ പോകുന്നത്, അല്ലെ? നിത്യത നമുക്ക് അവകാശമായി തന്നിരിക്കുക. ആക്ച്വലി പൗലോസിന്റെ വാക്കുകളിൽ പറയുവാണെങ്കിൽ പാസ്റ്റ് ടെൻസാ. നമ്മെ നീതീകരിച്ചു, നമ്മെ തേജസ്കരിച്ചും ഇരിക്കുന്നു, അല്ലെ? റോമർ 8 നമ്മൾ കാണുന്നുണ്ട്. അതായത് കാലത്തിന് അതീതമായുള്ള ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ കാലത്തിന് അതീതമായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അതെല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഒരു ദേശം കരുതിയിരിക്കുക, നമുക്ക് ഒരു നിത്യത കരുതിയിരിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു ദേശത്തിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ വാക്തത്വങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ദൈവം തരുന്ന ദാനങ്ങളൊക്കെ നല്ല കാര്യം. ആ ദാനത്തിൽ നാം ദൈവത്തിന് സ്തോത്രം കരയേറ്റുക. അതാണ് ദൈവത്തെ നമ്മെ കുറിച്ച് ആകുന്നത്. നമുക്ക് ഇവിടെ തരുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നന്നായിരിക്കട്ടെ. അതിൽ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. എന്നാൽ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നിത്യതയാണ്, അല്ലെ? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം എന്താണ്? പരിശുദ്ധാത്മാവാണ്. എഫേസ്യ ലേഖനം 1 കൃത്യമായി അത് പറയുന്നുണ്ട്. നമ്മളെ നിത്യതയ്ക്കായാണ് സീൽ ചെയ്തിരിക്കുന്നത്. ആ അവകാശത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനാൽ നമ്മെ സീൽ ചെയ്തിരിക്കുക. 1:14 കൃത്യമായി കാണുന്നുണ്ട്. സീൽ ചെയ്തിരിക്കുന്നത് എന്തിനാ? നിത്യതയ്ക്ക് വേണ്ടിയാ. അപ്പോൾ നിത്യതയ്ക്കായി സീൽ ചെയ്ത ഒരു ദൈവസഭ ഈ ലോകത്തിൽ ദൈവത്തിനുണ്ട്, അല്ലെ? ക്രിസ്തു ആകുന്ന തന്റെ പുത്രനിലൂടെ പിതാവായ ദൈവം ഈ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുക, അല്ലെ? പരിശുദ്ധാത്മാവിലൂടെ ഈ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലെല്ലാം ക്രിസ്തു ഉണ്ട്. നമ്മുടെ ഉള്ളിലെല്ലാം ക്രിസ്തു ജനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം ക്രിസ്തുവിനോട് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നാം പൊക്കോണ്ടിരിക്കുക. അങ്ങനെ പോകുന്ന ഒരു സഭയിൽ ഈ ദുരുപദേശങ്ങൾ കടന്നുകൂടിയാൽ പറ്റുന്ന ഒരു കാര്യമാണ്, നാം തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്.